ആയുർവേദ ചികിത്സയെക്കുറിച്ച് നാം ഏറെ കേൾക്കുന്ന സമയമാണ് കർക്കിടക മാസം. എന്നാൽ കർക്കിടക മാസത്തിൽ മാത്രം നടത്തേണ്ടുന്ന ചികിത്സയാണോ ആയുർവേദം? ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ പഞ്ചകർമ്മ വിഭാഗം മേധാവിയുമായ ഡോക്ടർ KP നമ്പൂതിരി. നമസ്കാരം, ഞാൻ ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി, പ്രൊഫസർ ആൻഡ് ഹെഡ് പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെൻറ്റ് അമൃത സ്കൂൾ ഓഫ് ആയുർവേദ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കർക്കിടക മാസത്തിലെ ചികിത്സ. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ചികിത്സ കർക്കിടക മാസത്തിൽ തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചികിത്സയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിന് എന്താണ് പ്രാധാന്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരാളം സംശയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചികിത്സ, ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് അവസ്ഥാനുസാരേണ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കൊരിക്കലും ഇത് കർക്കിടക മാസത്തിലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിൽ എന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്ക് അവസ്ഥയ്ക്കനുസൃതമായിട്ട് ചികിത്സ എന്ന് പറയുന്നത് രോഗാധിഷ്ഠിതമായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവലംബിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് ഈ കർക്കിടക മാസത്തിലെ ചികിത്സയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചികിത്സയ്ക്ക് എന്തുകൊണ്ട് ഗുണം കൂടുതലാണെന്ന് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെയുള്ള ഇതിനെക്കുറിച്ച് ചെറിയൊരു അവലോകനമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർക്കിടക മാസത്തിന് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ മലയാളത്തിൽ ഒരു പഞ്ഞമാസം അല്ലെങ്കിൽ ദുർഘടമാസം എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ വളരെയധികം കുത്തിയൊലിക്കുന്ന മഴ, അങ്ങനെയുള്ള ആ ഒരു പ്രകൃതി നമുക്ക് അനുകൂലമല്ലാത്ത ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബലം എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങളാണ്, എല്ലാത്തിനും ഒരു ഹാനി സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ദുർഘടമാസം എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ഒരു അവലോകനം അതുതന്നെയാണ്. ആ ഒരു ദുർഘട കാലഘട്ടം നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് ഈ ചികിത്സ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കിതിനും തൊട്ട് മുമ്പുള്ള ഗ്രീഷ്മ ഋതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം ചൂട് സമയം. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വളരെയധികം വർദ്ധിക്കുകയും നമ്മുടെ ശാസ്ത്രോക്തി പ്രകാരം പിത്തത്തിൻ്റെ ആ ഒരു ആധിക്യം കൂടുതലായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് സ്വാഭാവികമായിട്ടുള്ളതിൽ നിന്നും ക്രമാതീതമായി വർദ്ധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബലത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഒരു കോട്ടം തട്ടുന്ന ഒരവസ്ഥയാണ്. അവിടുന്ന് ആ ഒരു ഋതു അതിൽ നിന്ന് മാറി വർഷ ഋതുവിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്ക് കർക്കിടകത്തിൽ കാണാൻ പറ്റുന്നത്. കർക്കിടകത്തിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുത്തിയൊലിക്കുന്ന മഴ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതി അനുകൂലമല്ലാത്തൊരു സാഹചര്യം. അപ്പം നമ്മുടെ ഈ ശരീരത്തിലെ ഊഷ്മാവിനെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുക. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ചികിത്സാ പദ്ധതികൾ നമ്മൾ അവലംബിക്കാറുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഒരു ഋതുവിൽ നിന്നും, അതായത് ഈ ഗ്രീഷ്മ ഋതുവിൽ നിന്ന് വർഷ ഋതുവിലേക്ക് മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ആ ഋതുവിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കർക്കിടക ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മൾ പ്രാരംഭമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബലമേകത്തക്ക രീതിയിലുള്ള ക്രിയാക്രമങ്ങൾ നമ്മൾ യഥാവിധി, അല്ലെങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ അസ്വസ്ഥതകളും കൂടെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് യഥാവിധി അതിന് ഉതകുന്ന രീതിയിലുള്ള ഔഷധങ്ങളുടെ സേവനം, ഔഷധ അന്നവിഹാരാണാം ഉപയോഗം സുഖാവഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ യഥോക്തമായ രീതിയിൽ യഥോക്തമായ ഔഷധങ്ങളെ കൊണ്ട് യഥോക്തമായ ചികിത്സ ചെയ്യുക എന്നുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്ത് കഴിയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഋതുവിൽ നമുക്ക് അനുസൃതമായിട്ടുള്ള ആ ഒരു ഗുണം ചെയ്യുകയും തദ്വാര വരുന്ന ആ ഒരു ഋതുക്കളെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രാപ്തമാക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം എത്തിപ്പെടും. അപ്പം ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ പദ്ധതി നമ്മൾ കർക്കിടക മാസത്തിൽ പൊതുവെ അവലംബിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കർക്കിടക ചികിത്സ എന്നുള്ള രീതിയിൽ ഇതിനൊരു പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചികിത്സ ഏത് സീസണിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഈ ഒരു ചികിത്സയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യക്ഷ ഫലം നമ്മുടെ ഉടനെ തന്നെ കാണാവുന്നതായതുകൊണ്ടും നമ്മൾ ഈ കർക്കിടക ചികിത്സയ്ക്ക് വളരെയധികം പ്രാധാന്യം വിശിഷ്യ കേരളത്തിൽ കൽപ്പിച്ചു പോകുന്നുണ്ട്.